നമ്മുടെ സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ചിപ്സും ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതിനോടൊക്കെ ബൈ ബൈ പറയാറായിട്ടെന്ന് തോന്നുന്നുണ്ട്. അതിനുള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഒത്തു വരുന്നുണ്ട്. ഉള്ളൊരു പണിയെടുക്കട്ടെ. അവർ പണി കൊടുക്കേണ്ട കാര്യമില്ല. പണി കൊടുക്കാൻ താല്പര്യമുള്ളവർ പണി കൊടുക്കുക, പണിയാൻ താല്പര്യമുള്ളവർ പണിയുക. അതാണ് അതിൻ്റെ രീതി. അതാണ്. അപ്പൊ പിന്നെ നാളെ തന്നെ ജോലിയിൽ പ്രവേശിച്ചോളൂ. നാളെ പറ്റില്ല, എനിക്ക് റെസ്റ്റ് എടുക്കണം. വല്ലാത്ത ക്ഷീണം. ആയിക്കോട്ടെ, പക്ഷെ ഈ റെസ്റ്റ് എന്നും വേണ്ടി വരുമോ? ഇല്ല, വർക്കിംഗ് ഡേയ്സിൽ മാത്രം. എല്ലാ കടകളും ഓപ്പൺ ആണ് കേട്ടോ. എന്തോ ഹർത്താലോ ബാധിക്കാത്ത ഞങ്ങളുടെ സ്വന്തം ഏരിയ. അജു സാധനം മേടിക്കണ്ടേ? പുറത്തത് നമ്മുടെ സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ചിപ്സും ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്. ഏത് ഹർത്താലാണെങ്കിലും നമുക്ക് ഫുഡ് കിട്ടില്ല എന്നോർത്ത് പേടിക്കേണ്ട. നമ്മുടെ പെരിങ്ങാല ഏരിയയിലേക്കൊക്കെ വന്നാൽ മതി. എല്ലാ കടകളും ഓപ്പൺ ആണ് കേട്ടോ. ബേക്കറികൾ, ചായക്കടകൾ, ഹോട്ടലുകൾ, മൊബൈൽ കടകൾ വരെ ഓപ്പൺ ആണ്. ഉണ്ടല്ലോ എല്ലാ കടകളും, മെഡിക്കൽ സ്റ്റോറുകൾ, എല്ലാ കടകളും ഓപ്പൺ ആണ്. ആരും ഇവിടുത്തെ ആളുകളെല്ലാം ഒരുപോലെ ഒറ്റക്കെട്ടായി നിന്ന് ഒന്നടങ്കം ഈ കടകൾ തുറന്ന് പ്രവർത്തിക്കുകയാണ്. ഏത് ഹർത്താലാണെങ്കിലും എന്താണെങ്കിലും കടകൾ തുറന്നു കൊടുക്കും. ധൈര്യമായിട്ട് പോലെ ഇങ്ങോട്ട് വന്നാൽ കരിമോളിനടുത്താണ് പെരിങ്ങാല. കരിമോളിനും പള്ളിക്കരയ്ക്ക് ഇടയ്ക്ക് ഇവർ മന്തി മേടിക്കാമെന്ന് ഓർത്തുകൊണ്ട് വന്നാട്ടോ. അപ്പോൾ ഇവിടെ കടയിൽ കയറിയിട്ടുണ്ട്. ഹർത്താലൊക്കെ അല്ലേ, ഉച്ചയ്ക്ക് മന്തി, വൈകിട്ട് ചിപ്സ്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. ഹർത്താലം അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു, ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ തന്നെ വല്ലപ്പോഴും വീട്ടിൽ കയറിയിരിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അത് വേറൊരു കാര്യം. പക്ഷേ ജനങ്ങൾ എന്തായിരുന്നാലും ഇതുപോലുള്ള ഹർത്താലും എന്തൊക്കെ മടുത്ത് തുടങ്ങിയെന്നുള്ളതിന് തെളിവാണെന്ന്. ഇപ്പോൾ കേസ് നമ്മൾ പള്ളിക്കരയാണോ ഉള്ളത് കേട്ടോ. പള്ളിക്കരയിലെ കടകളൊക്കെ ഉണ്ടോ, ഒരുമാതിരിപ്പെട്ട എല്ലാ കടകളും ഇവിടെയൊക്കെ ആയിട്ട് തുറന്നിട്ടുണ്ട് കേട്ടോ. ഒരുമാതിരി എല്ലാ കടകളും പള്ളിക്കരയിലും തുറന്നിട്ടുണ്ട്. മടുത്ത് തുടങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഏത് പാർട്ടിക്കാർ നടത്തിയാലും എന്ത് നടത്തിയാലും ഹർത്താലും എന്തും ഇവിടെ എല്ലാ ആൾക്കാരും കടകൾ ഓപ്പൺ ചെയ്യും. അതിവിടെ ഒരുമിച്ചെടുത്തേക്കുന്ന ഒരു തീരുമാനമാണ്. ഹർത്താലിനോടും ബന്ദിനോടൊക്കെ ബൈ ബൈ പറയാറായിട്ടെന്ന് തോന്നുന്നുണ്ട്. അതിനുള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഒത്തു വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പല സ്ഥലത്തും അക്രമ സംഭവങ്ങളാണ് നേരിടുന്നത്. ആൾക്കാർ വെച്ചാൽ സഞ്ചരിക്കുന്നവർ സഞ്ചരിച്ചോട്ടെ, സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കേണ്ട ആവശ്യങ്ങളില്ല. താല്പര്യമുള്ളവർ പണിയെടുക്കട്ടെ, അവരുടെ പണി മുടക്കേണ്ട കാര്യമില്ല. പണി മുടക്കാൻ താല്പര്യമുള്ളവർ പണി മുടക്കുക, പണിയാൻ താല്പര്യമുള്ളവർ പണിയുക. അതാണ് അതിൻ്റെ രീതി. അതാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് വേണ്ടത്.